ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്, വളരെ നമുക്കിഷ്ടമുള്ള ഒരു വേദഭാഗമാണ്. പത്രോസ് അപ്പോസ്തലൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വചനം. തിരുവെഴുത്ത് തുറക്കാം. പത്രോസ് അപ്പോസ്തലൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെയാണ്: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. ഞാൻ ഈ വചനം പറഞ്ഞു തരുമ്പോൾ ദയവായി ഒന്ന് ഉറക്കെ പറയുമോ, ഏറ്റുപറയുമോ? തിരുവചനം നാം ഒരുമിച്ച് ഉറക്കെ പറയുമ്പോൾ ഒരു അഭിഷേകം അവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു തരാം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. ഈ സദസ്സിൽ നിന്ന് ഈ ശബ്ദം വളരെ മോശമാണ്. ഇനിയും മിണ്ടാത്ത 100-300 പേര് ഇതിനകത്തിരിക്കുന്നുണ്ട്. ഇത്തിരിയുടെ ശബ്ദം ഉയർത്തി പറയൂ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഈ തിരുവചനമാണ് ഈ രാത്രി നമ്മുടെ വിഷയം. കാസ്റ്റിംഗ് ഓൾ യുവർ ആൻസൈറ്റീസ് ഓൺ ഹിം ബിക്കോസ് ഹി കെയർസ് ഫോർ യു. ക്രിസ്തീയ പ്രത്യാശയുടെ ലേഖനമാണല്ലോ പത്രോസിൻ്റെ 1-ാം ലേഖനം. വെറുതെ പറയുന്നതല്ല. കുറേ പാവപ്പെട്ട മനുഷ്യർ 1-ാം നൂറ്റാണ്ടിൽ ചോരമണക്കുന്ന റോമിൻ്റെ തെരുവുകളിൽ ഭയന്ന് നടന്നിരുന്ന നാളുകൾ, ഇടനാഴികളിലും ഇടവഴികളിലും മരണത്തെ പേടിച്ചോടിയ കുറേ പാവപ്പെട്ട മനുഷ്യർ. മനുഷ്യൻ്റെ ചോരയും കബന്ധവും ചിതറി വീണ റോമൻ കൊളോസിയങ്ങളുടെ ചാരത്തുകൂടി മനുഷ്യൻ ഭയപ്പെട്ട നാളുകൾ. അങ്ങനെയുള്ള കുറേ പാവപ്പെട്ട ക്രൈസ്തവരെ ബലപ്പെടുത്താൻ, പിടിച്ചു നിർത്താൻ നമ്മുടെ പത്രോസ് അപ്പോസ്തലൻ എഴുതിയ കുറേ വരികൾ. അതാണ് 1 പത്രോസ്. ഭീതിപ്പെടുത്തുന്ന, മരണം മറവിടങ്ങളിൽ പതിയിരിക്കുന്ന തെരുവുകളിൽ അതിജീവനത്തിൻ്റെ കൃപ പകർന്ന എഴുത്തുകൾ, വരികൾ. ആ പുസ്തകത്തിൽ നിന്ന് വളരെ ലാവണ്യമുള്ളൊരു വചനമാണ് ഞാൻ എടുത്തത്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ, ബാക്കി പറയൂ, അവൻ്റെ മേൽ. കൂരിരുട്ടിൽ നിലാവ് പോലെയല്ല ഇത്, വരണ്ടയിടത്ത് പുതുമഴ പോലെയാണ് ഈ വചനം. കൊടുംചൂടിൽ കുളിർക്കാറ്റ് പോലെയാണത്. ഇന്ന് രാത്രി തൃശ്ശൂരിൽ എന്തിനാണ് ഈ വചനം? അത് നിങ്ങൾ എന്നോട് ചോദിക്കണ്ടേ. പണ്ടത്തെ കഥയൊക്കെ നിൽക്കട്ടച്ചോ, ഇപ്പോൾ ഈ രാത്രി എന്തിനാണ്? സത്യത്തിൽ പരാതികളും ഭാരങ്ങളും നമുക്ക് ഏറെയുണ്ട്. ഈ വെള്ള കസേരയിൽ ഇരിക്കുന്ന അനേക മനുഷ്യർ അകത്തേക്ക് കരയുന്നവരാ. പലരും താടിക്ക് ഇങ്ങനെ കൈകൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തോ കളഞ്ഞു പോയതുപോലെ ഭാരപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നു. അങ്ങനെയുള്ള മനുഷ്യർ ബലപ്പെടാൻ ദൈവത്തിൻ്റെ വചനം, അവൻ നിങ്ങൾക്കായി കരുതുന്നു, അതുകൊണ്ട് സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളും. ഈ വചനം ഇങ്ങനെ പറയുമ്പോൾ ബാക്കി നിങ്ങളിങ്ങനെ പൂരിപ്പിക്കുമല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാനീ പുസ്തകം ഉയർത്തിപ്പിടിക്കുകയാണ്. ഇതിന് ഒരു 700-800 ഗ്രാം ഭാരം ഉണ്ടാവും. ലോക ചരിത്രത്തിൽ ഇതിനേക്കാൾ ഭാരമുള്ള പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ ഇതിനേക്കാൾ ഘനമുള്ള പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനേക്കാൾ മിഴിവുള്ള പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ വേദനയെ സൗഖ്യപ്പെടുത്താൻ, മരണത്തിന് പോലും പരിഹാരമുണ്ടെന്ന് പറയുന്ന ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ. അത് വിശുദ്ധ വേദപുസ്തകമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയാറുണ്ട് ലോകത്ത് വലിയ മനുഷ്യരൊക്കെ ഉണ്ട്, പക്ഷെ അവരുടെ സങ്കടങ്ങളിൽ പലപ്പോഴും അവരെന്താ ചെയ്തത്? ലോകത്തെ നമ്മൾ പറയും, നമ്മുടെ കുട്ടിക്കൊരു പ്രയാസം ഉണ്ടായി പറയും അവനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം. നല്ലതാണ്, കൗൺസിലിങ് ഒക്കെ നല്ലതാണ്. പക്ഷെ മനഃശാസ്ത്രത്തിൻ്റെ തുടക്കം
സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്നാണ്. ക്യാൻസർ വന്നിട്ട് 21 മില്ലിഗ്രാം മോർഫിൻ കുത്തിവെക്കപ്പെട്ട് ആത്മഹത്യ ചെയ്യുകയായിരുന്ന മനുഷ്യൻ. ലോകത്ത് അങ്ങനെ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയാൽ ലോകത്ത് ഏറ്റവും മനോഹരമായ മോട്ടിവേഷണൽ പുസ്തകം എഴുതിയ ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന് പറയുന്ന മനുഷ്യൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യധാമമായിരുന്ന മെർലിൻ മൺട്രോയും ക്ലിയോപാട്രയും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ലോകത്ത് ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ വരച്ച വിൻസെന്റ് വാൻ ഗോഗ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ലോകത്തെ അധികാര കൊതിയന്മാരായിരുന്ന ഹിറ്റ്ലറും മാർക്ക് ആന്റണിയും പീലാത്തോസും സൂയിസൈഡ് ചെയ്യാറുണ്ട്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറഞ്ഞൊരു സിനിമ ബോളിവുഡിൽ ഇറങ്ങിയിട്ടുണ്ട് കുറച്ചു നാൾ മുമ്പ്. ചിച്ചോര എന്നാണ് പേര്. അതിലെ നായകൻ സുശാന്ത് സിംഗ് രജ്പുത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അങ്ങനെ എത്രയെത്ര പേരാണ്. ഞാനിത് പറഞ്ഞു തുടങ്ങിയത് എന്തിനാണ്? ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രത്യയശാസ്ത്രം, കല, സാഹിത്യം, സിനിമ, സംസ്കാരം ഒക്കെയാണ്. അവയിലൊന്നും മനുഷ്യൻ്റെ വേദനയ്ക്ക് പൂർണ്ണ പരിഹാരം ഇല്ലെന്നേ. എന്നാൽ ആത്മഹത്യ ചെയ്യാൻ പോയ ഏലിയാവ് തിരിച്ചു വന്നില്ലേ? ആത്മഹത്യ ചെയ്യാൻ പോയ യോന തിരികെ നടന്നില്ലേ? അതാണ് ഈ പുസ്തകത്തിൻ്റെ കൃപ, ഈ പുസ്തകത്തിൻ്റെ കല. അതുകൊണ്ടാണ് അതിജീവനത്തിൻ്റെ ഒരു വചനം എൻ്റെ ശ്രോതാക്കളുടെ മുമ്പിൽ, പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, ഈ രാത്രിയിൽ ഞാൻ എടുത്തത്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ. ആൻസൈറ്റി ന്യൂറോസിസിൻ്റെ കാലമാണ്. വിഷാദ രോഗികളാണ് നാം. ചിരി കളഞ്ഞുപോയവരാണ്. മാനസിക സമ്മർദ്ദങ്ങളുടെ രാജാക്കന്മാരാണ്. 4 തുള്ളി മഴ കൂടുതൽ പെയ്താൽ, രാത്രി അത്താഴത്തിന് വിളമ്പുന്ന കറിക്കൽപ്പം എരിവോ പുളിവോ കൂടിയാൽ, കാത്തു നിൽക്കുന്ന ബസ് വരാൻ ഒരല്പം താമസിച്ചാൽ നമ്മുടെ മുഖം വാടും. നിസ്സാര കാര്യങ്ങളെ പോലും സൗമ്യമായി സ്വീകരിക്കാനുള്ള ആത്മബലമില്ല. കേരളത്തിൽ തന്നെ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഉള്ളിൽ മനോരോഗികളുടെ എണ്ണം 270% വർദ്ധിച്ചത്. മനുഷ്യൻ വല്ലാതെ മെലങ്കോളിക്കാകുന്ന കാലമാണ്. വിഷാദ ചവി പൂണ്ട മനുഷ്യരാണ്. ആർക്കും ഒരു സന്തോഷമില്ലാത്ത കാലമാണ്. അവിടെയാണ് ഈ വചനം നമ്മൾ പിന്നെയും പിന്നെയും പറയുന്നത്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളിൻ. ലോകാരോഗ്യ സംഘടന ഈ കോവിഡിന് തൊട്ടുമുമ്പുള്ള വർഷം അവർ ഗൗരവമായെടുത്ത രോഗം ഏതെന്നറിയാം? ക്യാൻസർ അല്ല, ഹൃദ്രോഗമല്ല, ഡിപ്രഷന്. ലോകത്ത് 800 കോടി മനുഷ്യരുണ്ട്. ഏതാണ്ട് 30 കോടി മനുഷ്യർ ഡിപ്രഷനുള്ളവരാണെന്ന് പറയും. ചിരിക്കില്ല, അധികം തുറവിയില്ല, അധികം സംസാരിക്കില്ല. ഇവിടെ ഉണ്ടാവും ഈ കസേരയിൽ അധികം മിണ്ടാത്തവർ, ചിരി കളഞ്ഞുപോയവർ, സന്തോഷത്തോടെ ഇടപെടാത്തവർ. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വചനം ഞാൻ ഇന്ന് രാത്രി സുഹൃത്തുക്കളെ എടുത്തത്. നമുക്ക് ബലപ്പെടണ്ടേ? നമുക്ക് ജയിക്കണ്ടേ? നമുക്ക് ജീവിക്കണ്ടേ? ഈ സങ്കടക്കടലിനെ നീന്തി മുറിച്ച് കയറേണ്ടേ? 2 കൊച്ചു വാക്കുകൾ സ്വയം പറയണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതാണ് ഈ രാത്രിയുടെ ചിന്ത. ഭാരം പെരുകുമ്പോൾ, ചങ്ക് പറയുമ്പോൾ, ഹൃദയം ഉരുകുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ പറയാൻ 2 വാക്കുകൾ. സ്വയം സംസാരിക്കാറുണ്ടോ? ഈ ലോകത്ത് വിജയിച്ചവരൊക്കെ സ്വയം സംസാരിച്ചിട്ടുള്ളവരാണ്. ബൈബിൾ നോക്കൂ. ഹന്ന ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടാതിരിക്കുമ്പോഴും അവൾ പറയുന്നുണ്ട് 1 ശമൂവേൽ 1 അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കട്ടെ. ഇറ്റ്സ് എ ക്വാളിറ്റി സെൽഫ് ടോക്ക്. വേദനകളുടെ മരുഭൂമിയിൽ കടന്നു പോകുമ്പോൾ ദാവീദ് പറയുന്നുണ്ട്, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഇറ്റ്സ് എ ക്വാളിറ്റി സെൽഫ് ടോക്ക്. വചനം പരിശോധിക്കുമ്പോൾ ഈ അതിജീവനത്തിൻ്റെ വഴികളുണ്ട്. സ്വയം സംസാരിക്കുകയാണ്. ഇന്ന് രാത്രി നമുക്കൊരുമിച്ച് നമ്മളോട് തന്നെ പറയാൻ 2 പദങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ വിചാരങ്ങൾ അവസാനിപ്പിക്കാം. ഒന്ന് ബലപ്പെടാൻ, ഒന്ന് ഹൃദയത്തിലൊന്ന് ശക്തമാകാൻ, ഒന്ന് പിടിച്ചു നിൽക്കാൻ. ഒന്നാമത്തെ പദം ഇതാണ്:
ഐ ആം യുണീക്ക്. ഐ ആം യുണീക്ക്. ഞാൻ അനന്യനാണ്. എൻ്റെ ശ്രോതാക്കൾക്ക് ഈ പദത്തിൻ്റെ അർത്ഥം പിടികിട്ടിട്ടുണ്ടല്ലോ. അനന്യത. അതിൻ്റെ അർത്ഥം എന്താ? ഒന്നുപോലെ മറ്റൊന്നില്ല. ഒരാളെ പോലെ 9 പേരുണ്ടെന്ന് തൃശ്ശൂർ ആരാണ്ട് കള്ളം പറഞ്ഞിട്ടുണ്ട്. വെറുതെയാണ്. നമ്മളെപ്പോലെ ആരുമില്ല. ഇപ്പൊ ഈ ഇരിക്കണ നിങ്ങളെ നോക്കിക്കേ, ഇതുപോലെ ഒരു ഐറ്റത്തിനെ അന്റാർട്ടിക്കയുടെ മൂലക്ക് തപ്പിയാലും കിട്ടുകയല്ല. ഈ സൈസ് ഒരു ഐറ്റം ഇവിടെ മാത്രമേ കാണുകയുള്ളൂ, അല്ലേ? നമ്മുടെ ഗുരുത്വവും ഗുരുത്വക്കേടും എല്ലാം കൂടെ കൂട്ടി നോക്കിക്കേ. സത്യമല്ലേ? അല്ലെങ്കിൽ ഞാൻ ഓരോന്നായിട്ട് പറയാം. നമ്മൾ ആലോചിച്ച് നോക്കിക്കേ. ഒരു പെർഫ്യൂം മേടിക്കാനോട് കടയിൽ കയറി നിന്നിരിക്കട്ടെ. ഓരോന്ന് നമ്മളെടുത്തിങ്ങനെ അടിച്ചിട്ട് സ്മെല്ല് ചെയ്യും. പരമാവധി എത്ര എണ്ണ ഉണ്ടാവും? എത്ര വലിയ ലുലു കയറിയാലും 40ഓ 50ഓ. പക്ഷേ താങ്കളുടെ ഗന്ധം ഈ ലോകത്ത് വേറെ ആർക്കും ഇല്ല. ആഫ്രിക്കയിൽ ഗോത്രവർഗത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും ഇല്ല. അതുകൊണ്ടാണ് പോലീസ് നായ നമ്മുടെ പുറകെ കൃത്യമായിട്ട് വരാൻ പോണേ. നമ്മുടെ ഗന്ധം പോലും ആവർത്തനമില്ലാത്ത ഒന്നാണ്. ഇതെന്താണ്? കാണണുണ്ടോ? ഇതെന്താണ്? വിരലാണ്. അതറിയാം. ഫിംഗർ പ്രിന്റ് ഉണ്ട്, അല്ലേ? ലോകത്ത് വേറെ ഒരാൾക്കെങ്കിലും ഇതുണ്ടോ? നമ്മുടെ ആധാർ കാർഡൊക്കെ ഇല്ലേ? ഇതിനകത്തൊക്കെ ഇതൊക്കെ ഇല്ലേ? ആധാർ കാർഡിനകത്ത് നമ്മുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. പക്ഷെ പൂച്ച പോലും വെള്ളം കുടിക്കല ഫോട്ടോ കണ്ട. അത് കണ്ടാൽ ആരെയും തിരിച്ചറിയാൻ പറ്റില്ലേ? പക്ഷെ ഈ വിരൽ മുദ്ര ലോകത്ത് ആർക്കും ഇല്ല. ചുരുക്കത്തിൽ എൻ്റെ ചങ്ങാതി, ഒറ്റ കാര്യമുള്ളൂ. 800 കോടി മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നില്ലേ? നിങ്ങൾ ചിരിച്ചതുപോലെ, നിങ്ങൾ കരഞ്ഞതുപോലെ, നിങ്ങൾ കടന്നുപോയതുപോലെ, നിങ്ങൾ നുറങ്ങിയതുപോലെ, നിങ്ങൾ അലഞ്ഞതുപോലെ വേറെ ആരും അതേ വഴിയിൽ പോയിട്ടില്ല. ഇതിൻ്റെ പേരാണ് അനന്യത. ഒറ്റ കാര്യം, ആവർത്തനമില്ലാത്ത ഒന്നാണ് താങ്കൾ, ഞാൻ, അല്ലേ? അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമുണ്ട് എന്ന് കൽദായ കൺവെൻഷനിൽ ആരും പറയരുത്. ഇന്ന് വൃത്തിയുടെ അച്ചു പറയണേ. ദൈവമുണ്ട് എന്ന് പറയുന്നൊരു അറിവാണ്. ആ അറിവ് നമ്മുടെ വേദനയ്ക്ക് എന്ത് ഉത്തരം തരും? ഇല്ല. പറയേണ്ടത് ഇങ്ങനെയാണ്: ദൈവമുണ്ടല്ലോ, അതൊരാശ്വാസമാണ്. അറിവ് വേദനയുടെ മരുന്നല്ല, ആശ്വാസം വേദനയുടെ മരുന്നാണ്. അതുകൊണ്ട് അടുത്തിരിക്കുന്നവർക്ക് പോലും അറിയാത്ത സങ്കടം പേറി ഇവിടെ ഇരിക്കുന്നവര് എന്നെ കേൾക്കുമോ? ദൈവമുണ്ട് എന്നല്ലേ? ദൈവമുണ്ടല്ലോ. അറിവല്ല, ആശ്വാസമാണ് മുറിവിൻ്റെ മേൽ മരുന്നായി, ലേപനമായി, ഔഷധമായി കിനിഞ്ഞിറങ്ങേണ്ടത്. ദൈവമുണ്ടല്ലോ. ഏത് സങ്കടത്തിൻ്റെ എവറസ്റ്റും കയറിപ്പോകാൻ ആ ആശ്വാസം മതിയാകും. ദൈവമുണ്ടല്ലോ, എനിക്കെൻ്റെ ദൈവം ഉണ്ടല്ലോ. അനന്യത, യുണീക്ക് കോൺഷ്യസ്നെസ്, അനന്യതാബോധം, മനുഷ്യൻ്റെ മഹത്വം. അതല്ലേ ഓരോരുത്തരെയും കൃത്യമായി അറിയുന്നു ഈ പുസ്തകം. മനുഷ്യൻ്റെ ആ ചെറിയ ചലനങ്ങളെ പോലും ഒപ്പിയെടുക്കുകയല്ലേ. എന്താ പറയുന്നത്? സങ്കീർത്തനം 139 പറയും, ഞാൻ ഇരിക്കുന്നവരും എഴുന്നേൽക്കുന്നവരും നീ. ബാക്കി പറയൂ, നീ എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ നിരൂപണങ്ങളൊക്കെ നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. അയ്യോ, എത്ര കൃത്യ! ചെറിയ ചലനങ്ങളെപ്പോലും അറിയുക. അപ്പൊ ഇന്ന് രാത്രി പറയുക, ദൈവമേ, ഞാനൊരു വേസ്റ്റാണ്, ഞാൻ യൂസ്ലെസ് ആണ്, എന്നെ കൊണ്ട് കൊള്ളില്ല എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ പാഴായിപ്പോയൊരു ജന്മമാണെന്ന് പറയുമ്പോൾ പറയണം, ദൈവമേ, ഞാൻ വേസ്റ്റല്ല, എന്നെപ്പോലെ ഒരാൾ ഈ ലോകത്തുണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആ ചരിച്ചു പിടിച്ചിരിക്കുന്ന തലയൊക്കെ അങ്ങനെ നേരെ വെച്ചിട്ട് ദൈവത്തിന് നന്ദി പറ, എനിക്കെൻ്റെ ദൈവം ഉണ്ടല്ലോ. അതൊരാശ്വാസമാണ്. നമുക്ക് പിടുത്തം കിട്ടിയാലും ഇല്ലെങ്കിലും കാണാവുന്ന ദൂരത്തിൽ ഒരാൾ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്. ചങ്ങാതി, എല്ലാ കാലവും ഒരുപോലെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. പക്ഷെ എല്ലാ കാലത്തും കൂടെ ഇരിക്കാമെന്ന് ചെവിയിൽ അടക്കം പറഞ്ഞിട്ടുണ്ട്. സത്യമല്ലേ? ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തേ.
എല്ലാ കാലവും ഒരുപോലെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കോവിഡ് വരാം, പോയേക്കാം. ഷുഗർ കൂടാം, കുറയാം. രോഗം വരാം, രോഗം മാറാം. എന്തു ആകാം. കാലമെല്ലാം ഒരുപോലെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ചെവിയിൽ അടക്കം പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞേ, എല്ലാ കാലത്തും ഞാൻ കൂടെ ഇരിക്കാം. ഇന്ന് രാത്രി ദൈവത്തിന് മനസ്സിൽ നന്ദി പറ. ഐ ആം യുണീക്ക്. എന്നെപ്പോലെ ലോകത്ത് വേറെ ആരുമില്ല. അതുകൊണ്ട് പറയേണ്ടത് ദൈവമുണ്ട് എന്നല്ല, മറിച്ചെന്താ പറയൂ, ദൈവം ഉണ്ടല്ലോ. അറിവല്ല നമുക്ക് വേണ്ടത്, മറിച്ചെന്താ ആശ്വാസമാണ്. 4 പദവികൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെന്ന് ഓർക്കണം. 4 പദവികൾ വി ഹാവ് ഫോർ ക്രിസ്ത്യൻ പ്രിവിലേജസ്. 1, വി ആർ എലക്റ്റഡ്. ഈ സദസ്സിന് വിരോധമില്ലെങ്കിൽ ഞാൻ പറയുന്നതൊന്ന് പറഞ്ഞാൽ എനിക്കൊരു സന്തോഷമാണ്. 1, വി ആർ, മിണ്ടില്ല, എലക്റ്റഡ്. എലക്റ്റഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? തെരഞ്ഞെടുത്തു. ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് എന്നാ? പഴയ നിയമം പറയുകയാണെങ്കിൽ ഇരമ്യാവ് 1:4 മറ്റും പറയും, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകണതിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തു. പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. എന്നാൽ പുതിയ നിയമം നോക്കിയാൽ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യവും മറ്റും പറയും, അവൻ ലോകസ്ഥാപനത്തിനു മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിനു മുൻപേ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, വി ആർ എലക്റ്റഡ്. ജനിക്കുന്നതിന് മുമ്പേ അല്ല, ബിഫോർ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ്. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വീളിയാൽ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വീളിയാൽ എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ. ലോകസ്ഥാപനത്തിന് മുമ്പേ. അതുകൊണ്ടത് പറയുമോ? 1, വി ആർ എലക്റ്റഡ്. മറന്നുപോകല്ലേ, തെരഞ്ഞെടുക്കപ്പെട്ടവരാ. 2, വി ആർ സെലക്റ്റഡ്. ഒന്ന് പറയൂ, എന്താ? ഇങ്ങോട്ട് നോക്കിക്കോ, ഉറക്കെ പറഞ്ഞേന്നേ. വി ആർ സെലക്റ്റഡ്. അതിൻ്റെ അർത്ഥം എന്നാ? അയ്യോ, അതിൻ്റെ അർത്ഥം എന്താ? സെലക്റ്റഡ്, അതും തിരഞ്ഞെടുപ്പാ. അപ്പൊ ഈ എലക്ഷനും സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്നെ നോക്കുന്നൊരു പോലും ഇല്ല പല മനുഷ്യരും. എലക്ഷനും സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്നാ? ഒരു വ്യത്യാസമില്ല. എലക്ഷൻ ഇൻസൈഡ് ദ എലക്ഷൻ ഈസ് സെലക്ഷൻ. ഉദാഹരണം പറയാം. PSCയുടെ 6 റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ കൊച്ചിൻ്റെ പേരുണ്ട്, പക്ഷെ ഇതുവരെ പണി കിട്ടിയിട്ടില്ല. ആദ്യത്തേത് എലക്ഷനും രണ്ടാമത്തേത് സെലക്ഷനും. പിടികിട്ടുന്നുണ്ടാ എന്ന് പറഞ്ഞാൽ നമ്മെ ഒരു മനുഷ്യനായി ദൈവം എലക്ട് ചെയ്തു. പക്ഷെ രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശമായി, സ്വന്തം ജനമായി എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. വി ഹാവ് 4 പ്രിവിലേജസ്. തേർഡ് വൺ ഈസ് വി ആർ അപ്പോയിന്റഡ്. വാട്ട് മീൻ ബൈ അപ്പോയിൻമെന്റ്? അപ്പോയിന്റഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നിയമിച്ചു. നിയമിച്ചു. നമ്മെ മുൻ നിയമിച്ചതാ ദൈവം. ബൈബിൾ പറയുന്നൊരു വാക്കാണ്, മുൻ നിയമിച്ചതാണ്. ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്തെങ്കിലും അപ്പോയിൻമെന്റ് കിട്ടിയിട്ടുണ്ടോ? ഇന്ന് പകൽ നിങ്ങൾ മിണ്ടിയാ പെട്ടെന്ന് പോകാം. ഇന്ന് എന്തെങ്കിലും അപ്പോയിൻമെന്റ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, മിണ്ടില്ല. കൽദായക്കാർ ഇങ്ങനെയാണോ? ഞാൻ ആദ്യമായിട്ടാണ്. ഇന്ന് എന്തെങ്കിലും അപ്പോയിൻമെന്റ് ഉണ്ടോ? ഇല്ല. അവിടെ നിന്ന് പറയുന്നുണ്ട്, സാരമില്ല, ഞാൻ നിങ്ങളെ കൊണ്ട് തിരിച്ചു പറയിപ്പിക്കാം. അപ്പോയിൻമെന്റ് ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോയിൻമെന്റിന്റെ ഓപ്പോസിറ്റ് വാക്കെന്താ? ഡിസപ്പോയിൻമെന്റ്. ഡിസപ്പോയിൻമെന്റിന്റെ അർത്ഥം എന്താ? നിരാശ. എങ്ങനെ ശരിയാവും? അപ്പോയിൻമെന്റ് നിയമനമാണെങ്കിൽ
ഡിസപ്പോയിൻമെൻ്റ് എങ്ങനെ നിരാശയാവും? എന്തോ ആയിക്കൊള്ളട്ടെ, ഒന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ രാത്രി സുഹൃത്തെ താങ്കൾ ഡിസപ്പോയിൻറ്റഡ് ആണോ? അല്ല. ഒന്നുകിൽ നിങ്ങൾ കരയ്ക്കൂടെ പോകണം, അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ പോകണം. നിങ്ങൾ തന്നെ പറഞ്ഞു, എൻ്റെ അച്ചോ ഈ പകൽ ഒരു അപ്പോയിൻമെൻറ്റും കിട്ടിയിട്ടില്ല, പ്രത്യേകിച്ച് ഒരു അപ്പോയിൻമെൻ്റ് ഇല്ല. നിങ്ങൾ തന്നെ പറഞ്ഞു ഈ രാത്രി ഡിസപ്പോയിൻമെൻറ്റും ഇല്ല. പിന്നെ എന്നാ സംഭവം? ഒന്നുകിൽ ഇതിലേതെങ്കിലും ഒന്നല്ലേ? നമ്മുടെ വിചാരം അപ്പോയിൻമെൻ്റ് എന്ന് പറയുമ്പോൾ ഏതോ വലിയ അത്ഭുതം കാര്യം എന്നാണ്. ഈ അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ? വലിയ രോഗം മാറണേ, ദുഃഖം മാറണേ അല്ലേ? അല്ലേ? അത്ഭുതം എന്ന വാക്ക് ഭൂതമല്ലാത്തതെന്തോ അതാണ് അത്ഭുതം. എന്താ ഭൂതം? ഒരു ചേച്ചി എവിടെ നിന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലൊരെണ്ണം ഉണ്ടെന്ന്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഭൂതം ഇന്നലെ പാസ്റ്റ്, അതാണ് ഭൂതം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇന്നലെ നടക്കാത്തത് എന്തെങ്കിലും ഇന്ന് നടക്കുന്നതിന്റെ പേരാണ് സിസ്റ്ററെ അത്ഭുതം. അങ്ങനെയാണെങ്കിൽ പറ, ഇന്നലെ നടക്കാത്തത് എന്തെങ്കിലും ഈ ദിവസം നടന്നോ? നടന്നു. അത്ഭുതം ഇന്ന് നടന്നിട്ടുണ്ട്. നാം കുടിച്ച വെള്ളം പുതിയതായിരുന്നു, നാം ശ്വസിച്ച വായു പുതിയതായിരുന്നു, നാം നടന്ന വഴികൾ പുതിയതായിരുന്നു, നാം ഇടപെട്ട ഒത്തിരി പുത്തൻ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ പറ, ഇന്ന് പകൽ നമുക്ക് അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നോ? യെസ്, വി ആർ അപ്പോയിന്റഡ്. നമുക്ക് 4 പദവികളുണ്ട്. 1 എലക്റ്റഡ്, 2 സെലക്റ്റഡ്, 3 അപ്പോയിന്റഡ്, 4 ദ അൾട്ടിമേറ്റ് എന്ന് പറയാവുന്നത് വി ആർ അനോയിന്റഡ്. അഭിഷേകം. കേൾക്കുന്നവരെ വളരെ ശക്തമായിട്ട് ചിന്തിക്കുക. കൃപ പൊട്ടിയൊഴുകുന്നൊരു പദമാ, കൃപ ജ്വലിച്ചിറങ്ങുന്നൊരു പദമാ. വി ആർ അനോയിന്റഡ്. അഭിഷേകം ഉണ്ടോ? ഒരനക്കോ ഇല്ല. ഉണ്ടോ? യെസ് ഉണ്ട്. നമുക്ക് കിട്ടിയ അഭിഷേകം എന്താണ്? നമ്മുടെ ലിറ്റർജി ഒന്നും ഞാൻ പറയുന്നില്ല, ഒന്ന് മാത്രം ഞാൻ പറയുന്നു. വചനത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയും, നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ആർക്കുമില്ലാത്തൊരു പോരാട്ടം ഉണ്ടെങ്കിൽ ആർക്കുമില്ലാത്തൊരു അഭിഷേകം ദൈവം നമുക്ക് തരും. നിന്റെ കൂട്ടുകാരിൽ പരമായി. ഞാൻ കൊള്ളില്ല, ഞാൻ പാഴാണ്, ഞാൻ വേസ്റ്റാണ്, ഞാൻ യൂസ്ലെസ് ആണ്, എന്നെ കൊണ്ട് കൊള്ളില്ല എന്ന് പറയുന്നെങ്കിൽ ഓർക്കണം, rather than your friends you have an anointment. നമ്മുടെ ഈ പന്തലിലിരിക്കുന്ന, ഈ സരസിലിരിക്കുന്ന ആർക്കുമില്ലാത്തൊരു സ്പെഷ്യൽ തന്നിട്ടില്ലേ കുഞ്ഞെ? അതുകൊണ്ട് പറയരുത് ഞാൻ വേസ്റ്റ് ആണെന്ന് പറയരുത്. അതുകൊണ്ട് ശബ്ദമുയർത്തി പറയണം, ഈ രാത്രി കരയാൻ കാരണമില്ല. 4 അഭിഷേകം, 4 പദവി ദൈവം തന്നിട്ടുണ്ട്. 1 വി ആർ എലക്റ്റഡ്, 2 വി ആർ സെലക്റ്റഡ്, 3 വി ആർ അപ്പോയിന്റഡ്, 4 വി ആർ അനോയിന്റഡ്. ആർക്കുമില്ലാത്തൊരു പോരാട്ടം നമ്മുടെ കുടുംബത്തുണ്ടെങ്കിൽ ആർക്കുമില്ലാത്തൊരു അഭിഷേകം ദൈവം നമ്മുടെ വീട്ടിൽ തരും. വിശ്വസിക്കുക. ഈ രാത്രി ആ കൃപയ്ക്കും ആ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, മനുഷ്യൻ്റെ സങ്കടങ്ങൾ ദൈവത്തിൻ്റെ സങ്കടങ്ങളോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സൗന്ദര്യം. വേറെ എവിടെ അത് പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. മനുഷ്യൻ്റെ സങ്കടങ്ങൾ അല്ലേ, കുരിശ് നമ്മോട് പറയുന്ന കാര്യം എന്താ? എനിക്ക് നിന്നെ പിടുത്തം കിട്ടും. അതാ ക്രോസ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഹ്യൂമൻ പെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാ എനിക്ക് നിന്നെ പിടുത്തം കിട്ടും. മനുഷ്യൻ്റെ സങ്കടങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. യേശു ക്രിസ്തു അനുഭവിച്ച മുഴുവൻ വേദനകളും സങ്കടങ്ങളും വ്യഥകളും കണ്ണീരും പിടിച്ചത് എങ്ങനെയെന്നറിയാം? തുടങ്ങിയപ്പോൾ യോർദാൻ നദിയിൽ വെച്ച് തുടങ്ങിയപ്പോൾ തമ്പുരാൻ പറഞ്ഞു, പിതാവാൻ ദൈവം പറഞ്ഞു, മോനെ യു ആർ മൈ ബിലവഡ്, ഇവനെൻ്റെ പ്രിയപുത്രൻ, എൻ്റെ പ്രിയപുത്രൻ. സ്വന്തം സ്വന്തം സ്വന്തം. ഓ, ആ 2 അക്ഷരത്തിൻ്റെ തണുപ്പ് യോർദാൻ നദിയിലെ വെള്ളത്തേക്കാൾ തണുപ്പ. സ്വന്തം. ആലോചിച്ച് നോക്കിക്കേ, ഏത് കനൽ വഴികളും താണ്ടാൻ കർത്താവിനെ കരുത്തനാക്കിയത് ഈ 2 അക്ഷരത്തിൻ്റെ തണുപ്പല്ലേ? സ്വന്തം. കർത്താവിനെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, തുടങ്ങിയതും അപ്പന് വിളി കേട്ടോണ്ടാ, നിർത്തിയതും അപ്പന് വിളി കേട്ടോണ്ടാ, അല്ലേ?
തുടങ്ങിയപ്പോൾ ഇന്ന് 40-ാം വെള്ളിയാഴ്ച അല്ലേ, 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് പറയൂ. അപ്പം കർത്താവിനെ അപ്പന് വിളിച്ച ദിവസമാണ് ഇന്ന്. ഈ കല്ലിനോട് അത് വൃത്തിക്ക് എഴുതിയിരിക്കുന്നുള്ളതേ ഉള്ളൂ. പറഞ്ഞത് എങ്ങനെയാണ്? ചുണയുള്ള അപ്പൻ്റെ മോനാണെങ്കിൽ കാണിക്ക്, അപ്പമാക്കി കാണിക്ക്, നീ ആരാണെന്ന് തെളിയിക്ക്, എൻ്റെ അപ്പൻ ആരാണെന്ന് തെളിയിക്ക്. ഐഡന്റിറ്റി ക്രൈസിസ് ആണ്, സ്വത്ത് പ്രതിസന്ധി എന്ന് പറയും. ഇങ്ങനെ തുടങ്ങിയത് നിർത്തിയപ്പോഴോ, കുരിശി കിടന്നപ്പോൾ താഴെ കിടപ്പോൾ ഒരു പാർട്ടി വലിയ വായിലേ പറഞ്ഞു, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. ചുണയുള്ള അപ്പൻ്റെ മോനാണെങ്കിൽ ഇറങ്ങി വാ. ഞാൻ ആലോചിക്കാറുണ്ട്, അപ്പന് വിളി കേട്ടുകൊണ്ട് തുടങ്ങിയും അപ്പന് വിളി കേട്ടുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്ത ഒരാടെ പുറയാണ് നമ്മളീ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മുടെ സഭയ്ക്ക് വേണ്ടിയോ വിശ്വാസത്തിന് വേണ്ടിയോ പള്ളിക്ക് വേണ്ടിയോ ആരെങ്കിലും നമ്മളെ പരിഹസിക്കുകയോ ചീത്ത വിളിക്കുകയോ ചെയ്താൽ, എൻ്റെ പൊന്നു ചങ്ങാതി ഇത് ഓർത്തേച്ചാൽ മതി, കയ്യിലിരിപ്പ് കൊണ്ട് ചീത്ത വിളി കിട്ടിയാൽ ഞാൻ ഉത്തരവാദിയല്ല. മറിച്ച് അന്യായമായി പരിഹസിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഓർക്കണം, അപ്പന് വിളി കേട്ടുകൊണ്ട് തുടങ്ങുകയും അപ്പന് വിളി കേട്ടുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്ത ഒരാളാണ്. ഈ രാത്രി നമുക്ക് പറയാം, ആ കർത്താവ് സ്വന്തം. ഇതിനൊക്കെ കർത്താവിനെ ബലപ്പെടുത്തിയ 2 അക്ഷരം എന്ത്? സ്വന്തം. നിങ്ങൾ കത്തെഴുതിയിട്ടുണ്ടോ? കത്ത്. ഈ ബലം പിടിച്ചിരിക്കുന്നത് പറയൂ. കത്തെഴുതിയിട്ടുണ്ടോ? കൊള്ളാലോ. പഴയ കത്ത് വല്ലതും ഇരിപ്പുണ്ടോ? കുടുംബകലകം ഉണ്ടാക്കി ഇറങ്ങിയിരിക്കുകയല്ലേ. ഞാൻ ഉദ്ദേശിച്ച് നിങ്ങളുദ്ദേശിച്ച സാധനമൊന്നും അല്ല. നമ്മുടെ അച്ചായൻ ചേട്ടായി പുറത്തുള്ളപ്പോഴോ ഒക്കെ എഴുതിയില്ലേ? അത് തന്നെ. ആ പഴയ, എൻ്റെ ഓർമ്മയിൽ ആ പഴയ ഇളം നീല നിറമുള്ള 75 പൈസയുടെ ഒരു ഇല്ലൻ്റൊക്കെ ഉണ്ട്. ചുമ്മാൻ ഓർക്കുന്നില്ലേ? ഇല്ലേ? നമ്മൾ ആ ഇല്ലൻ്റിൽ എഴുതി തുടങ്ങിയത് എങ്ങനെ? ആദ്യത്തെ വരി തന്നെ എഴുതിയത്. പിന്നെ കത്തെഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി കേൾക്കാൻ മേല, അടുത്ത് കിട്ടണമായിരുന്നു, പറ്റിയിട്ടില്ലേ രാത്രി. ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്, അങ്ങനെയൊക്കെയല്ലേ ആദ്യത്തെ വരി എഴുതിയത്. പിന്നെ എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ ഇച്ഛായൻ അറിയുന്നതിന് അവിടെ സുഖമെന്ന് വിശ്വസിക്കുന്നു, ഇവിടെയും സുഖം തന്നെ. പിന്നെ എന്തൊക്കെയുണ്ട് കാര്യം? എന്നാ ഫോർമാലിറ്റി ആയിരുന്നു. ഒരു 3-4 വരി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തോ ചെയ്തു? അന്നേരം തൊഴുത്തിൻ്റെ ഓട് പൊട്ടിയതും പശു പ്രസവിച്ചതും കടക്കാരൻ വീട്ടിൽ വന്ന് മുട്ടിയതും സകല ചെറിയ ചെറിയ കാര്യങ്ങളും എഴുതി അല്ലേ. കുനുകുനാന്നും പറഞ്ഞ് ഇല്ലൻ്റെ നിറച്ചെഴുതിയിട്ട് തിരിച്ചു വെച്ചെഴുതി. എന്നിട്ട് അവസാനം ഈ 2 വരി എഴുതാൻ സൈഡിലൊരു സ്ഥലം ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ വലിയ പുള്ളികളായിരിക്കുക, വീഡിയോ കോളിലെ ആളുകളാണ്. 2 വരി എഴുതാൻ പഞ്ഞം പിടിച്ച കാലാണ്, 75 പൈസ എടുക്കാനില്ലാത്ത കാലാണ്. അവിടെയും 2 വരി എഴുതിയിട്ട് നമ്മൾ ഈ കത്ത് അവസാനിപ്പിച്ചത് എങ്ങനെ? എന്ന് ഒരനുഭവമില്ലേ? എന്ന് ഇച്ഛായൻ്റെ സ്വന്തം. അടുത്ത കത്ത് വരാൻ 2 മാസം കഴിയും. അകലങ്ങളിൽ താമസിക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരാൾ അകലെ ഉണ്ടല്ലോ, ആ കത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കും. സ്വന്തം. ആ കത്തിലെ ഏതൊരു പദത്തേക്കാൾ നമ്മളെ തണുപ്പിച്ച അക്ഷരം ഏതാണ്? സ്വന്തം. ഇന്ന് രാത്രി ഏറ്റുപറയേണ്ടതാണ്, കർത്താവേ, ഐ എം എലക്റ്റഡ്, ഐ എം സെലക്റ്റഡ്, ഐ എം അപ്പോയിന്റഡ്, ഐ എം അനോയിന്റഡ്, സോ ഐ എം യുണീക്ക്. ഞാൻ നിന്നെ സ്വന്തമാ. അതുകൊണ്ട് ദൈവം ഉണ്ടെന്നല്ല, ദൈവം ഉണ്ടല്ലോ. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താ പ്രിയപ്പെട്ടവരെ? താജ്മഹലാണോ? ഈഫൽ ടവർ ആണോ? നയഗ്ര വാട്ടർഫോൾസ് ആണോ? ബുർജ് ഖലീഫയാണോ? അറിയില്ല. പക്ഷെ എനിക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം ഞാനാ, അവനവനാ. അല്ലേ? നമ്മളെക്കുറിച്ചൊന്നും തന്നെ ആലോചിച്ച് നോക്കിക്കേ. എത്ര വലിയ അത്ഭുതങ്ങൾ ഈ ശരീരത്തിനകത്തുണ്ട്. ലക്ഷപ്രഭുക്കളാണ് ദേ എൻ്റെ വലത്തുവശത്തിരിക്കണേ. ലക്ഷപ്രഭുക്കൾ, കൊടീശ്വരിമാർ ദേ സാരിയൊക്കെ എടുത്ത് വന്നിരിക്കണു. സത്യമല്ലേ? ഫെഡറൽ ബാങ്കിൽ കിടക്കുന്ന വീട് SBI ആലോചിക്കാതെ അവിടെ ഇരിക്കി. ഒരു ദിവസം 1,03,370 തവണ ഇടിക്കണ ഒരു ഹൃദയം ഇല്ലേ? കൊണ്ടുവന്നിട്ടില്ലേ? നീ ഹൃദയമില്ലാത്തവളാണെന്ന് അയലോക്കക്കാർ പറയുമെങ്കിലും കയ്യിലുണ്ടൊരെണ്ണം. ലക്ഷം. ഏതാണ്ട് 24,000-ഓളം തവണ ഒരു ദിവസം ശ്വാസം അല്ലേ? ഏതാണ്ട് 1,68,000 മൈൽ രക്തം ഒഴുകുന്നുണ്ട്.
സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് ലക്ഷക്കണക്കിന് കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ലക്ഷങ്ങളുടെ കാര്യം പറയണേ. ഇതൊക്കെ നമ്മളല്ലേ കോടീശ്വരന്മാർ. 639 മസിലുകൾ. ഈ ഇരിപ്പ് കണ്ട 10-800 ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, 639. 189 സന്ധികൾ, ചലിക്കുന്ന സന്ധികൾ. 1100 ലിറ്റർ ഓക്സിജൻ നമ്മൾ പിടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുക അല്ലെ. മൂക്കിൻ്റെ തുമ്പത്ത് ആർഗൺ ഉണ്ട്, ഹീലിയം ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, മീഥൈലുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ മാത്രം പിടിച്ചു കയറ്റാൻ ഒരു ഉപകരണ ശരീരത്തുണ്ടോ? ഏത് യുക്തിവാദിക്ക് പറയാൻ പറ്റും അതിൻ്റെ യുക്തി? 1984 ഭോപ്പാലിൽ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയുടെ ഒരു വാൽവേ ചോർന്നിട്ടുള്ളൂ. മീഥൈൽ ഐസോസൈനൈഡ്. എത്ര പേരാ ചത്തുപോയ രാത്രി? ആ വാതകമൊക്കെ നമ്മുടെ തുമ്പത്തുണ്ട്. അവിടെ കൃപയോടെ ഈ ഓക്സിജൻ മാത്രം. ഓരോന്നും ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ സമയം, നമ്മൾ കോടീശ്വരന്മാരല്ലേ. 365 ദിവസങ്ങൾ, 8760 മണിക്കൂറുകൾ, 5,25,600 മിനിറ്റുകൾ, 3,15,36,000 സെക്കൻഡുകൾ. കോടീശ്വരിമാർ അല്ലേ? ഈ രാത്രി ദൈവത്തോട് പറ, കർത്താവേ ഞാൻ വേസ്റ്റ് അല്ല, ഐ എം യുണീക്ക്. ഒരു വർഷത്തിൻ്റെ വില അറിയണമെങ്കിൽ ആരോട് ചോദിക്കണം? ഒരു വർഷത്തിൻ്റെ വില അറിയണമെങ്കിൽ ഫൈനൽ ഇയറിൽ ഒരു വിഷയത്തിന് സപ്ലി അടിച്ചവനോട് ചോദിക്കണം. ഇവിടെ ഉണ്ടോ? ഇല്ല ചോ, ഞങ്ങൾ ഒറ്റ വിഷയമായിട്ട് എടുക്കുകയല്ല. ഒരു മാസത്തിൻ്റെ വില അറിയണമെങ്കിൽ ആരോട് ചോദിക്കണം? അമ്മമാര് പറ. മാസം തികയാതെ 7-ാം മാസത്തിലോ മറ്റൊരു കുഞ്ഞിനെ നൊന്തുപെറ്റ ഒരു അമ്മയോട് ചോദിച്ചാൽ അവൾ പറയും ഒരു 50 ഗ്രാം കൂടാൻ വേണ്ടിയിട്ട്, ആ നിറമൊന്ന് മാറാൻ വേണ്ടിയിട്ട് അവൾ കാത്തിരിക്കുന്ന രാത്രികൾ, പകലുകൾ, മാസത്തിന്റെ വില അവൾ പറയും. ഒരു മണിക്കൂറിന്റെ വില അറിയണമെങ്കിൽ പരീക്ഷ ഹാളിലിരിക്കുന്ന ഒരു കുട്ടിയോട് വരും, അവൻ പറയും. ഒരു മിനിറ്റിന്റെ വില അറിയണമെങ്കിൽ ആരോട് ചോദിക്കണം? ഒരു മിനിറ്റിന് ട്രെയിൻ നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ തൃശ്ശൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്? അവർ പറയും. ഒരു സെക്കൻഡിന്റെ വില അറിയണമെങ്കിൽ 9.58 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടി റെക്കോർഡിട്ട ഉസൈൻ ബോൾട്ടിനോട് വിളിച്ചു ചോദിക്കുക. ഇനി പുള്ളിയെ വിളിക്കാൻ, കാനഡയ്ക്ക് വിളിക്കാൻ കാശില്ലെങ്കിൽ ഇത്തിരി വടക്കോട്ട് നമ്മുടെ PT ഉഷ ചേച്ചിയെ വിളിക്കുക. പുള്ളിക്കാർ പറയും സെക്കൻഡിൻ്റെ 100 അംശത്തിൽ ഒളിമ്പിക്സിൽ ഹർഡിൽസിൽ വെങ്കലം നഷ്ടപ്പെട്ട പഴയ കണ്ണീരിൻ്റെ കഥ പറയും നമ്മുടെ ഉഷ. ഇതൊക്കെ എത്ര വലുതാ, നമ്മൾ ആലോചിക്കാതെ. അതുകൊണ്ട് ഈ രാത്രി ഇവിടെ ഇരുന്ന് മനസ്സിൽ നന്ദി പറയണം. ദൈവം തരാതെ പോയ ഭാരങ്ങൾക്ക്, ദൈവം തരാതെ പോയ ഭാരങ്ങൾക്ക് അല്ലേ. ഐ എം യുണീക്ക്. കർത്താവേ ഞാൻ വേസ്റ്റ് അല്ല. നമ്മളോട് തന്നെ പറയേണ്ട ഒരു വാക്കാ. ലോകത്തിൽ ദൈവം നമ്മളെ എത്രമാത്രം, പക്ഷെ നമ്മളിതിൻ്റെ വിലയൊന്നും അറിയുന്നില്ല. നമ്മൾ വലുതാകണോ ചെറുതാകണോ പറ? ഒന്നും മിണ്ടില്ല. നമ്മൾ വലുതാകണോ ചെറുതാകണോ? എന്തെങ്കിലും മിണ്ടൂന്നേ? മിണ്ടില്ല. വലുതാകാണ് അല്ലേ? പിന്നെ അല്ല, ചെറുതാകുക അല്ലേ? നമ്മളെ ചെറുതാക്കുന്നതെന്താ? ഞാൻ പറയും, നമ്മളെ ചെറുതാക്കുന്നൊരു 3 പിച്ചാത്തിയാ. അതുമായിട്ട് ഈ കൺവെൻഷൻ വന്നിരിക്കുന്നവരുണ്ട് ഇവിടെ. 3 കത്തിയുമായി കൽദായ കൺവെൻഷന് വന്ന മനുഷ്യർ. അതേതാണ് കത്തി, പിച്ചാത്തി? ആർക്കെങ്കിലും പറയാം? ചുമരിൽ ഒരു ഘടികാരം തൻ സൂചി ഇളക്കിക്കൊണ്ടു പറഞ്ഞു, മനുഷ്യാദിൻ ജീവിത സമയം ചെത്തിമിനുക്കുന്നു, നിന്നുടെ മരണത്തിൻ സമയമളന്നു കുറിക്കുകയല്ലോ ഞാൻ. എന്താ വാച്ചല്ലേ? മനുഷ്യാദിൻ ജീവിത സമയം ചെത്തിമിനുക്കുന്നു, നിന്നുടെ മരണത്തിൻ സമയമളന്നു കുറിക്കുകയല്ലോ ഞാൻ. ജീവിതം ചെറുതാകാണ്. സാധാരണ പറയാറുണ്ട് ജീവിതം എന്ന് പറയുന്നത് ഈ പരീക്ഷ ഹോള് പോലെയാ. പിള്ളേരല്ല, പിള്ളേരിവിടെ ദൈവം സഹായിച്ചില്ല അധികം. പ്രായമുള്ളവർ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊരു പരീക്ഷാക്കാലല്ലേ. നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഹിസ്റ്ററിയുടെ പരീക്ഷ എഴുതാൻ പോയ ദിവസം ഒന്ന് ആലോചിച്ചേ. 10 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം എല്ലാം വൈവായിരുന്നു തോന്നുന്നു, ആരും എഴുതിയിട്ടില്ല. 10 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. നമ്മൾ ആദ്യം എന്ത് ചെയ്തു?
കുരിശൊക്കെ വരച്ച് മാർജിനൊക്കെ ഇട്ട് എഴുതി തുടങ്ങി. 1 അടിച്ചു പൊള്ളിച്ച് എഴുതി, 2 അനുഗ്രഹത്തിൽ എഴുതി, 3 ആർത്തിയോട് എഴുതി, 4 ആസക്തിയോട് എഴുതി, അടിച്ചു പൊള്ളിച്ച് എഴുതിക്കൊണ്ടിരുന്നു. ഒരു 11-12 ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ തീർന്നു. 12ാമത്തെ ചോദ്യം പകുതി എഴുതിയിരുപ്പം നമ്മൾക്ക് മറന്നുപോയി. നമ്മൾ എന്ത് ചെയ്തു? 2 വരി വിട്ടു. 13 1 വഴി എഴുതിയപ്പം മറന്നുപോയി. നമ്മൾ എന്ത് ചെയ്തു? 4 വരി വിട്ടു. 14ഉം 15ഉം അറിയില്ല. പിന്നെ ഇത്തിരിച്ചൊക്കെ അറിയാം. ഒരു വിധത്തിൽ നമ്മൾ 11 മണിയായപ്പോൾ നമ്മുടെ ഇടപാട് തീർന്നു. നന്നായി തുടങ്ങിയതൊക്കെ എഴുത്ത് നിർത്തി. 11 കാലമായപ്പം നമ്മൾ പരീക്ഷ ഹാളിൽ ഇരിക്കുകയാണ്. ആലോചിച്ച് നോക്കുകയാണേ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? കുറേ നേരം സാറിൻ്റെ കണ്ണ് നോക്കിയിരുന്നു. അങ്ങേരും മൈൻഡ് ചെയ്തില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ആ ഡെസ്കയിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ പടം വരച്ചു, നമ്മുടെ പേരെഴുതി വെച്ചു. സമയം പോണല്ലോ. പിന്നെ എന്ത് ചെയ്തു? പേനായുടെ മണ്ട ഊരി വെറുതെ പിന്നെ ഇട്ടു. ഇപ്പോഴും 11:45 ഉള്ളൂ. 11:55 ഒരു മണിയടിച്ചു. ആ മണിയടിയുടെ അർത്ഥം എന്താ? കഷ്ടമാണല്ലോ കർത്താവ്, ആരും പരീക്ഷ എഴുതാത്ത നാട്ടിലാണല്ലോ ഞാൻ നിൽക്കണേ. 11:55 മണിയടിച്ചു. ആ മണിയടിയുടെ അർത്ഥം എന്താ? കുത്തിക്കെട്ടിക്കൊള്ളാൻ. ദൈവം സഹായിച്ച് ഒത്തിരി കുത്തിക്കെട്ടാനില്ലായിരുന്നു. ഉള്ളത് കുത്തിക്കെട്ടിയപ്പോഴാണ് എഴുതാതെ വിട്ട 11ാമത്തെ ചോദ്യം. ടിപ്പു സുൽത്താൻ്റെ ഭരണപരിഷ്കാരങ്ങൾ അരഖണ്ഡികയിൽ കവിയാതെ ഉപന്യസിക്കുക. ഓർമ്മ വരുന്നു. ഒടുക്കത്തെ എഴുത്താണ്. ഇപ്പോഴാണ് ഓർമ്മ വന്നു. അതങ്ങോട്ട് എഴുതിയപ്പോൾ 14ാമത് എഴുതാതെ വിട്ട ചോദ്യം, പാനിപ്പട്ട് യുദ്ധത്തിന്റെ പശ്ചാത്തലം അരപ്പേജ് എഴുതുക. ഓർമ്മ വരുന്നുണ്ട്. പട്ട എഴുതുകയാണ്. അപ്പോഴാണ് ആ വൃത്തികെട്ട മണി അടിച്ചത്. ഏത്? 12ന്റെ മണി. സാറ് വന്ന് നമ്മുടെ പേപ്പറിന് പിടിച്ചു. നമ്മൾ കൊടുത്തോ? ഇല്ല. കൊണ്ടുപോയോ? കൊണ്ടുപോയി. കിട്ടിയ മാർക്ക് ഉറക്കെ പറയണ്ട, ഞാൻ പറയും. 17.5 ആയിരുന്നു. ഇപ്പോൾ അക്കം പോലും മറന്നുപോയിട്ടുണ്ട്. ഞാൻ പറയണത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ പരീക്ഷ ഹോള് പോലെയാണ്. നമ്മൾ ഏറ്റവും നന്നായി ഉത്തരം എഴുതിയത് എപ്പോഴാണ്? ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരത്തിൽ അല്ലേ? പള്ളിയിൽ വന്നാൽ മുന്നിൽ നിൽക്കും, കരം തൊഴുത് പിടിച്ച് നിൽക്കും. വീട്ടിൽ ആര് വന്നാലും, അങ്കിളേ എനിക്ക് 23ാം സങ്കീർത്തനം അറിയാം, പറയട്ടെ. 1ാം സങ്കീർത്തനം മണിമണി പോലെ പറയും. പ്രാർത്ഥിക്കാൻ വേണ്ടി പായിടും നമ്മളാണ്. എന്തൊരു ഉത്സാഹമായിരുന്നു ശൈശവത്തിലും കൗമാരത്തിലുമൊക്കെ. സൺഡേ സ്കൂളിൽ ആവേശമായിരുന്നു. സഹപാഠ്യ മത്സരങ്ങളിൽ നമ്മൾ മിന്നിയിട്ടുണ്ട്. എഴുതാതെ വിട്ട ഉത്തരങ്ങൾ എപ്പോഴാ? യൗവനത്തിലാ. വഴിവിട്ട ജീവിതങ്ങൾ, ആരും അറിയില്ലെന്ന് കരുതിപ്പോയ രഹസ്യപാപത്തിന്റെ ഊടുവഴികൾ, ജീവിതത്തിന്റെ കാണാക്കായങ്ങളിലേക്ക്, തെറ്റുകളിലേക്ക് പിന്നെയും സഞ്ചരിച്ചു പോയ 20കൾ 25കൾ ഓർമ്മയുണ്ടോ? ശരിയെന്നറിയാമായിരുന്നിട്ടും 30 കഴിഞ്ഞിട്ടും ചില തെറ്റിലേക്ക് പിന്നെയും തിരിച്ചു പോയില്ലേ? ഇപ്പോ 10-75 വയസ്സൊക്കെ കഴിഞ്ഞ് മണി അടിക്കാറായി. ഇപ്പൊ ചിലപ്പോൾ ഓർമ്മ വരും, കർത്താവേ ഇത്തിരിയോടെ നന്നാക്കാമായിരുന്നല്ലോ, ആ യൗവനത്തിലെ തെറ്റ് ആവർത്തിക്കാതിരിക്കാമായിരുന്നല്ലോ. സത്യമല്ലേ? ജീവിതം ഈ പരീക്ഷാ ഹോള് പോലെയാ. നാം എഴുതാതെ വിട്ട ഉത്തരങ്ങൾ യൗവനത്തിലാണ്. നാം എഴുതാതെ വിട്ട ഉത്തരങ്ങൾ മധ്യവയസ്സിലാണ്. ഇവിടെ ഇരുന്ന് ഏറ്റുപറയാൻ തോന്നുന്നുണ്ടോ? അവന് പൊയ്ക്കൊണ്ടിരിക്കുക ജീവിതം. ജീവിതം ചെറുതായിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് പറയണം, കർത്താവ് കരഞ്ഞിരിക്കാൻ സമയമില്ല, എനിക്ക് വേസ്റ്റായിട്ടിരിക്കാൻ സമയമില്ല, എൻ്റെ ജീവിതത്തെ പഴിചാരാൻ സമയമില്ല, എൻ്റെ കർത്താവ് എനിക്കൊരു കാരണമായതുകൊണ്ട്. ഐ എം യുണീക്ക്. ചോദിക്കട്ടെ, ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ വരാനുള്ള കാരണം എന്തുവാ? ഒറ്റ വാക്കേ ഉള്ളൂ. എന്താ? ജീസസ്. ഇന്ന് രാത്രി നാം ഇവിടെ വന്നതിന്റെ ഉത്തരം എന്താ? ഒറ്റ വാക്കേ ഉള്ളൂ. എന്താ? ജീസസ്. നമ്മുടെ മക്കളെ കൊണ്ടും പറയിപ്പിക്കണം, ജീസസ് ഈസ് ദ റീസൺ. കുഞ്ഞേ, ജീസസ് ഈസ് ദ ആൻസർ. ഒറ്റ വാക്ക് മതി, വേറൊന്നും വേണ്ട. ഈ മെനക്കെട്ട് വൈകിട്ട് വന്നതിന്റെ ഒറ്റ കാരണം ജീസസ്. ഈ വന്നിരിക്കണതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ, ജീസസ്. സോക്രട്ടീസ് 40 വർഷം തത്വചിന്ത പഠിപ്പിച്ചു. പ്ലേറ്റോ 50 വർഷം തത്വചിന്ത പഠിപ്പിച്ചു. അരിസ്റ്റോട്ടിൽ 40 വർഷം തത്വചിന്ത പഠിപ്പിച്ചു. പക്ഷെ തത്വചിന്തകളൊക്കെ ചത്തുപോയി. എൻ്റെ കർത്താവ് 3.5 വർഷമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇന്നും ജീവന്റെ വചനം ജീവിക്കുന്നു. യേശുക്രിസ്തു ഒരു പടവും വരച്ചിട്ടില്ല. പക്ഷെ മൈക്കിളാഞ്ചലോ, ഡാവിഞ്ചി തുടങ്ങി എത്രയോ ചിത്രകാരന്മാർ
ക്രിസ്തുവിൽ സ്വാധീനമുള്ളവരാണ്. യേശുക്രിസ്തു ഒരു കവിതയും രചിച്ചിട്ടില്ല. പക്ഷെ ഡിവൈൻ കോമഡി എഴുതിയ ഡാൻഡെ, പാരഡൈസ് ലോസ്റ്റ് എഴുതിയ ജോൺ മിൽട്ടൺ, ഇൻ മെമ്മോറി എഴുതിയ ലോ ടെന്നിസൺ തുടങ്ങി മലയാളത്തിൽ വള്ളത്തോൾ, ആത്മാവെ ആത്മാവിൽ കൊണ്ടുകൊണ്ട് ആനന്ദപൂർണനായി കന്യാപുത്രൻ എന്ന് ക്രിസ്തുവിനെ എഴുതിയത് വരെ ലോകത്തെ വിശ്വ കവികളിലൊക്കെ ക്രിസ്തുവിൻ്റെ സ്വാധീനം ഉണ്ട്. യേശുക്രിസ്തു ഒരു ഗ്രന്ഥവും ചമച്ചിട്ടില്ല. പക്ഷെ ടോൾസ്റ്റോയ്, വിക്ടർ ഹ്യൂഗോ തുടങ്ങി എത്ര 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 എഴുത്തുകാരിൽ യേശുവിൻ്റെ സ്വാധീനം. യേശുക്രിസ്തു ഒരു പാട്ടും ചമച്ചിട്ടില്ല. പക്ഷെ ബിഥോവന്റെ സിംഫണികളിൽ, മൊസാർട്ടിന്റെ വരികളിൽ ക്രിസ്തു. അതുകൊണ്ടാണ് പറഞ്ഞത് ജീസസ് ഈസ് ദ ആൻസർ, ജീസസ് ഈസ് ദ റീസൺ. മാനവ സംസ്കാരം ലോകത്ത് എവിടെയെല്ലാം വളർന്നിട്ടുണ്ടോ, മാനവ മൂല്യങ്ങൾ ലോകത്ത് എവിടെയെല്ലാം ആദരിക്കപ്പെട്ടിട്ടുണ്ടോ, അതിൻ്റെ മേലിൽ എൻ്റെ കർത്താവിൻ്റെ സ്വാധീനമുണ്ട്. സ്വാമി വിവേകാനന്ദൻ അതുകൊണ്ടാണ് പണ്ട് പറഞ്ഞത്, ക്രിസ്തുദേവൻ എന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ അഭിഷേകം ചെയ്യുമായിരുന്നു. എൻ്റെ കണ്ണീര് കൊണ്ടല്ല, എൻ്റെ ഹൃദയത്തിലെ രക്തം കൊണ്ട്. നോട്ട് വിത്ത് മൈ ടീയേഴ്സ് ബട്ട് വിത്ത് മൈ ഹെർട്ട്സ് ബ്ലഡ്. 39 വയസ്സിൽ ഉജ്ജ്വലമായ പ്രായത്തിൽ കടന്നുപോയി വിവേകാനന്ദൻ പറഞ്ഞതാ, നോട്ട് വിത്ത് മൈ ടീയേഴ്സ് ബട്ട് വിത്ത് മൈ ഹെർട്ട്സ് ബ്ലഡ്. എൻ്റെ ചങ്കിലെ ചോര കൊണ്ട് ക്രിസ്തുവിൻ്റെ കാലിയം കഴുകിയനെ. 1893 ചിക്കാഗോയിലെ വിശ്വമത സമ്മേളനത്തിൽ മനോഹരമായ പ്രഭാഷണം കഴിഞ്ഞ് 1894 മദിരാശി കടപ്പുറത്ത് കപ്പലിറങ്ങുമ്പോൾ വിവേകാനന്ദ സ്വാമിജികളെ സ്വീകരിക്കാൻ കാത്തുനിന്ന 10,000ങ്ങളുടെ പ്രഭാഷണം തുടങ്ങിയപ്പോൾ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇന്ത്യൻ ജനതയെ വിമോചിപ്പിക്കാൻ സ്വപ്നം കാണാൻ വിവേകാനന്ദൻ പ്രസംഗം തുടങ്ങിയത് ഇങ്ങനെയാണ്: ലാസറേ പുറത്തു വാ. ബൈബിൾ വിവേകാനന്ദനൊരു ഊർജമായിരുന്നു. കേരള സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ ബി ഇക്ബാൽ, ആ പേര് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം അദ്ദേഹം ഒരു മുസ്ലിമാണ്. ഒരു ക്രിസ്മസ് കാലത്ത് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, എല്ലാ ക്രിസ്മസ് കാലത്തും ഞാൻ 4 സുവിശേഷങ്ങൾ വായിച്ചു തീർക്കാറുണ്ട്. എനിക്കിപ്പോൾ അതൊരു ശീലമായി, ഒരു അനുഷ്ഠാനമായി, എനിക്ക് റിച്വലായി. ഒരു ഇസ്ലാം പറയുകയാണ്, എല്ലാ ക്രിസ്മസിലും ഞാൻ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ആർക്കെങ്കിലും നാണം തോന്നുന്നുണ്ടോ? ലജ്ജ തോന്നുന്നുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ. കേരളം കണ്ട ശ്രീനാരായണ ഗുരുവിന് ശേഷമുള്ള ഏറ്റവും വലിയ ശ്രീനാരായണീയൻ ഗുരു നിത്യ ചൈതന്യ യതി, അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷമാണിത്. അദ്ദേഹം വലിയ ക്രിസ്തു ഭക്തനായിരുന്നു. മരണത്തിന് മുമ്പ് അദ്ദേഹം ഒരു വശം തളർന്ന് സ്ട്രോക്ക് വന്ന് കടന്നുപോയി. അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ കത്തിൽ എഴുതിയത്, വിറയാർന്ന കരങ്ങൾ കൊണ്ട് എഴുതിയത്, കിഴക്ക് നിന്ന് എൻ്റെ കർത്താവിൻ്റെ പുഞ്ചിരി ഞാൻ കാണുന്നു, സൈന്യങ്ങളുടെ ദൈവമേ തിരുനിവാസം എത്ര മനോഹരം. എന്നെ കേൾക്കുന്നവരോട് ഞാൻ നിമിഷങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ചാണ്, ഹൈന്ദവ സന്യാസിമാരെ കുറിച്ചാണ്, ഭാരതത്തിലെ ഋഷിമാരെ കുറിച്ചാണ്. അവർക്കൊക്കെ വേദപുസ്തകം ഒരു കാരണമാണ്, അവർക്കൊക്കെ യേശുക്രിസ്തു ഒരു ഉത്തരമാണ്. പക്ഷെ നമ്മളോ, വി സബ്സ്റ്റിറ്റ്യൂട്ട് ജീസസ് ക്രൈസ്റ്റ് ഫോർ അവർ കൺവീനിയൻസ്. നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ആരെ മാറ്റിവെക്കും? കർത്താവിന്. ഒരു ചാറ്റമഴ പെയ്താൽ നമ്മൾ നമ്മുടെ ഞായറാഴ്ച പള്ളി മാറ്റിവെക്കും. ഒരു ചെറിയ ഗസ്റ്റ് വന്നാൽ നമ്മൾ നമ്മുടെ കർത്താവിനെ മാറ്റിവെക്കും. നാണമില്ലേ എന്നാണ് വചനം ചോദിക്കണേ, അല്ലേ? നമുക്ക് കർത്താവ് ഒരു കാരണമാണോ? ഭാരതത്തിലേക്ക് ഒരു മിഷണറി വന്നു, വില്യം കേറി, പേര് കേട്ടിട്ടില്ലേ? അദ്ദേഹം 26 ഇന്ത്യൻ ഭാഷകൾ പഠിച്ചു. പുതിയ നിയമം തർജിമ ചെയ്തു. വേദപുസ്തകം തർജിമ ചെയ്യുവാൻ വേണ്ടിയാണ് ഭാഷ പഠിച്ചത്. 1ഉം 2ഉം അല്ല, 26 ഭാഷകൾ പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മെൻ്റൽ പേഷ്യൻ്റ് ആയിരുന്നു, ഭ്രാന്തിയായ ഭാര്യ. ഒരു ജീവിതം മുഴുവൻ ഒരു വീട്ടിൽ. കിടപ്പ് രോഗിയായ മകൻ ആ വീട്ടിൽ കഴിഞ്ഞ മനുഷ്യനാണ്. 26 ഭാഷ പഠിച്ച്, അല്ലേ? ഇവിടെ നോർമലായ ഒരെണ്ണത്തിൻ്റെ കൂടെ 10-25 വർഷമായിട്ട് ജീവിക്കുക. ഒരു തവണ ഒന്ന് വായിച്ചു തീർക്കാൻ പറ്റിയിട്ടുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇവിടെ നോർമലായ ഒരെണ്ണത്തിൻ്റെ കൂടെ 10-18 വർഷമായിട്ട് ജീവിക്കുക. ഒരു തവണ ഇതൊന്ന് വായിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ലജ്ജ തോന്നുന്നില്ലേ? നമുക്കിപ്പോഴും ക്രിസ്തു ഒരു കാരണമല്ല. നമ്മൾ കുറെ പുറം ചടങ്ങുകളിൽ ഇങ്ങനെ ബലപ്പെട്ടു പോവാ. ജീസസ് ഈസ് ദ ആൻസർ, ജീസസ് ഈസ് ദ റീസൺ. പ്രിയപ്പെട്ടവരെ, മാമോദീസയുടെ റൂഷ്മം തമ്മിലുണ്ടെങ്കിൽ വിളിച്ചു പറയണം, ഐ ആം എലക്റ്റഡ്. മാമോദീസയുടെ റൂഷ്മോ ദംഷീഹോ, മാമോദീസയുടെ അടയാളം നമ്മളിലുണ്ടെങ്കിൽ നാം വിളിച്ചു പറയണം, ഐ ആം സെലക്റ്റഡ്, ഐ ആം അപ്പോയിന്റഡ്, ഐ ആം അനോയിന്റഡ്. സോ ഐ ആം യുണീക്ക്. ഞാൻ അനന്യന.
പ്രിയപ്പെട്ടവരെ, അപ്പോൾ കർത്താവ് ചോദിച്ചതുപോലെ ആ നാണയം, ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത്? നമ്മളാണ് ആ നാണയം, നമ്മളാണ് നഷ്ടപ്പെട്ട നാണയം. ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത്? ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത്? പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്നതോ ബാക്കിയൊന്നും പറയോ? സന്തോഷം. ആശിക്കുന്നതിൻ്റെ ഉറപ്പം വിശ്വാസമുണ്ടോ? എന്നോടാണ്. വിശ്വാസമുണ്ടോ? ഉണ്ടച്ചോ, ഉണ്ടാണ്ടാണല്ലോ വന്നേ. ടാഗോർ പറഞ്ഞിട്ടുണ്ട്, പ്രഭാതത്തിൽ ഇരുട്ട് നിലനിൽക്കുമ്പോൾ തന്നെ പ്രകാശത്തെ അനുഭവിച്ച് പാടുന്ന പക്ഷിയുടെ പേരാണ് വിശ്വാസം. നേരം വെളുക്കുമെന്ന് വിചാരിച്ചിട്ട് 4 മണിക്ക് കൂകുന്ന കോഴിയുടെ പേരാണ് വിശ്വാസം. വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു ഗോവേണി ഈ പള്ളിയുടെ ചുവരിൽ ചാരിത്തരാം, കയറാമോ? കയറാമോ? കയറാം, കയറും. എനിക്കറിയാം. പിന്നെ എവിടെല്ലാം കയറിയിട്ടുള്ള പാർട്ടികളാ. ചോദ്യം അടുത്തത് ഇങ്ങനെയാണ്, ഈ ഗോവേണിയുടെ മുകളിലത്തെ പടി നോക്കാതെ കയറാമോ? പറയൂ. ഇല്ല, പറ്റില്ല എനിക്ക്. നമ്മളൊരു ഏണി ചാരി തന്നാൽ രണ്ടൊന്ന് കുലുക്കിയൊക്കെ നോക്കി ഒന്ന് ഉറപ്പിച്ച്. എന്നാൽ ഭക്തൻ പാടുന്നത് എങ്ങനെയാ? മുന്നിലൊരു ചുവടു വയ്പാൻ മാത്രമിട കാണുന്നു ഞാൻ, ആയതു മതിയെനിക്ക് ശേഷമെല്ലാം ദൈവഹിതം. മനസ്സിലാവുന്നില്ലേ? മുന്നിൽ ഒരു ചൂട് വയ്ക്കാൻ മാത്രം ഇടം ഞാൻ കാണുന്നുണ്ട്, അത് മതി, ശേഷമെല്ലാം ദൈവഹിതം. എന്നെ കേൾക്കുന്നവരെ, നമുക്ക് 2 തരത്തിൽ ജീവിക്കാം. ഒന്ന്, ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ കൂടെ ജീവിക്കാം. അതിൻ്റെ അർത്ഥം എന്താ? എന്തുകൊണ്ട്, എങ്ങനെ, എപ്പോഴാ, എങ്ങനെയാ ഇത്, എവിടാ? നമ്മളിങ്ങനെയാ ഇപ്പം ജീവിക്കുന്നത്, ഒന്നിനും ഉത്തരവില്ലാതെ ചോദ്യങ്ങൾ. എന്തുകൊണ്ടാ? ആകുലത, ക്വസ്റ്റ്യൻ മാർക്ക്. ഈ ഇരിക്കുന്ന എല്ലാവരും, ഞാനും അങ്ങനെ, കുറേ ചോദ്യങ്ങൾ. വൈ ദൈവമേ, വൈ മീ? നമുക്ക് രണ്ടാമതൊരു തരത്തിൽ ജീവിക്കാം. ഒരു എക്സ്ക്ലമേഷൻ മാർക്കിൻ്റെ കൂടെ ജീവിക്കാം, ഒരു ആശ്ചര്യചിഹ്നം. അതെന്താ? ദൈവമേ നടത്തിയല്ലോ, അതിശയം. ദൈവമേ നിർത്തിയല്ലോ. ജീവിതത്തിൻ്റെ നടത്തിപ്പുകളിൽ അതിശയപ്പെട്ടുകൊണ്ട് ഒരു ആശ്ചര്യചിഹ്നത്തിൻ്റെ കൂടെ, കർത്താവേ ഇതെല്ലാം അവിടുത്തെ കൃപയാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഈ കസേരയിൽ ഇരുന്ന് എനിക്കൊരു ഉത്തരം എന്താ? ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ കൂടാണോ അതിശയചിഹ്നത്തിൻ്റെ കൂടാണോ? ആരെങ്കിലും ഉത്തരം പറയില്ല, മിണ്ടുകയില്ല. ഉറക്കെ പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. എനിക്ക് 9:40 ഉള്ളൂ ട്രെയിൻ. പെട്ടെന്ന് പോകാൻ വേണ്ടി അപ്പം പറഞ്ഞു. എത്ര? ആശ്ചര്യചിഹ്നം ആണോ? ചിലപ്പോൾ കൂടുതലും നമ്മൾ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ കൂടെ. അതിൻ്റെ ഒന്നാമത്തെ ചിന്ത നമ്മൾ മനസ്സിലിടണം, കർത്താവേ ഞാൻ അനന്യനാ, ഐ ആം യുണീക്ക്. കാട്ടത്തിയുടെ മുകളിലിടുന്ന സക്കായിയും നാട്ടത്തിയുടെ ചുവട്ടിലിടുന്ന നഥനയിലും, കിടന്ന് പരാതി പറഞ്ഞ ബെത്സയിദാക്കുരുടനും, ഇരുന്ന് പരാതി പറഞ്ഞ ബർത്തിമായും, പുറകെ നടന്ന് പരാതി പറഞ്ഞ ജ്ഞാനായക്കാരിയും, നട്ടപ്പാതിരയ്ക്ക് വന്ന നിക്കോദിമോസും, പട്ടാപ്പകൽ വന്ന ശമരിയക്കാരിയും, എല്ലാത്തിനെയും ചേർത്ത് പിടിച്ചൊരു കൃപ ഈ അന്തരീക്ഷത്തിലുണ്ട്, ഈ വചനവേദിയിലുണ്ട്. അതുകൊണ്ട് പറ, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, ഐ ആം യുണീക്ക്. ഭാരങ്ങളുടെ മധ്യേ നമുക്ക് പറയാനുള്ള രണ്ടാമത്തെ പദം ഇതാണ്, ഐ ആം അൺഎലിജിബിൾ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഐ ആം അൺഎലിജിബിൾ. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ അയോഗ്യനാണ്. അപ്പം 2 പദങ്ങൾ നിങ്ങളുടെ മനസ്സിലിടുക. ഒന്ന്, ഐ ആം യുണീക്ക്, ഞാൻ അനന്യനാണ്. 2, ഐ ആം അൺഎലിജിബിൾ, ഞാൻ അയോഗ്യനാണ്. സത്യത്തിൽ നമുക്ക് ബലപ്പെടാൻ ഇതൊരു പദമല്ലേ, വാക്കല്ലേ? കർത്താവേ യോഗ്യതയില്ല.
സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒത്തിരി പരാതി പറയുന്ന മനുഷ്യരില്ലേ നമ്മൾ? കർത്താവേ, ഞാൻ ഇത്രയൊന്നുമല്ല പ്രാർത്ഥിച്ചത്, ഇത്രയൊന്നുമല്ല ആഗ്രഹിച്ചത്, കുറെ കൂടെ ചിന്തിച്ചതാ, കുറെ കൂടെ മോഹിച്ചതാ, കുറെ കൂടെ അല്ലേ? സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒത്തിരി പരാതി പറയുമ്പോൾ കൂടെ പറയണം, കർത്താവേ, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല, ഞാനിതിനൊന്നും യോഗ്യനല്ല, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. അല്ലേ? ഞാൻ യോഗ്യനല്ല, ഞാൻ യോഗ്യനല്ല കർത്താവേ. സത്യത്തിൽ 2 അക്ഷരത്തിൽ നമ്മളിങ്ങനെ നിൽക്കുക. ഏതാണെന്നറിയാം? കൃപ. കൃപ. കൃപ എന്ന് പറഞ്ഞാൽ എന്നാ? അർഹതയില്ലാത്ത സ്ഥാനത്ത് ഒരുവന്റെ മേൽ പകരപ്പെട്ട ദൈവസ്നേഹത്തിന്റെ ആഴമത്രേ കൃപ. എൻ്റെ കൂടെ നിന്ന് പറഞ്ഞേ, അർഹതയില്ലാത്ത സ്ഥാനത്ത് അവനവൻ്റെ ഹൃദയത്തിൽ കരം വെച്ച് പറയണം, കർത്താവേ, അർഹതയില്ലാത്ത സ്ഥാനത്ത് എൻ്റെ മേൽ പകരപ്പെട്ട ദൈവസ്നേഹത്തിന്റെ ആഴമത്രേ കൃപ. കാൽക്കുലേറ്റർ കയ്യിലുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് എടുക്കൂ. മനസ്സിൻ്റെ കാൽക്കുലേറ്റർ, മൊബൈലൊന്നും തപ്പരുത്. ഞാൻ പറയണത് ഒന്ന് മൈനസ് ചെയ്യോ, ടൈപ്പ് ചെയ്യ്. വെറുതെ ഇരിക്കാതെ പുറകിലിരിക്കുന്നവർ കേൾക്കുന്നുണ്ടല്ലോ. ടൈപ്പ് ചെയ്തേ, മോശ എന്ന് ടൈപ്പ് ചെയ്തേ. മൈനസ് ദൈവകൃപ. എന്നെ ഉത്തരം. പഴയ ബലഹീനത ഓർത്താൽ മതി. എന്താ? വിക്കൻ. വിക്കൻ്റെ മേൽ കൃപ പെരുകിയപ്പോൾ ആരായി? വീണ്ടെടുപ്പുകാരനായ മോശ. ടൈപ്പ് ചെയ്ത് അടുത്തത്. പത്രോസ് മൈനസ് ദൈവകൃപ. പഴയ പണി ഓർത്താൽ മതി. എന്താ? ഉറക്കെ പറ. കഷ്ടായി പോയല്ലോ. പത്രോസിന്റെ പഴയ പണി എന്നാ? മീൻപിടുത്തക്കാരൻ, മുക്കുവൻ. അടുത്തിട്ട് ടൈപ്പ് ചെയ്തോ. ദാവീദ് മൈനസ് ദൈവകൃപ. എന്നെ ഉത്തരം. ദയിരിക്കുന്നു, ആട്ടിടയൻ. അടുത്തത് പൗലോസ് മൈനസ് ദൈവകൃപ. ഗുണ്ടയുടെ മേൽ കൃപ ഇറങ്ങിയപ്പോൾ തമ്പുരാന്റെ ചെണ്ടയായി. അടുത്തിട്ട് ടൈപ്പ് ചെയ്തോ. ഈ ഇരിക്കുന്ന അവനവൻ്റെ പേര് ടൈപ്പ് ചെയ്തേ. അവനവൻ്റെ നാട്ടുകാർക്കിട്ട് കൂട്ടാനും കുറയ്ക്കാനും പണ്ട് മിടുക്കുക. അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ അതാണല്ലോ. അവനവൻ്റെ പേര് മൈനസ് ദൈവകൃപ. എന്നാ ഉത്തരം? പൗലോസ് അപ്പോസ്തലന്റെ ഭാഷ പറഞ്ഞ മൺപാത്രം, മൺകൂടാരം. അയ്യോ, വെറും മണ്ണാണേ. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, ഇപ്പം നമ്മൾ വലിയ പുള്ളികളൊക്കെ ആണെങ്കിലും അടിച്ചു പോയ 18 രൂപയുടെ സാധനം ഉള്ളെന്നാണ് കേട്ടിട്ടുള്ളത്. 18 രൂപ എന്ന് പറഞ്ഞാൽ ഒരു കോഴിക്കൂട് വെള്ളയടിക്കാനുള്ള കുമ്മായം. പിന്നെ വീതി നീളമൊക്കെ ഉള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്, കുറച്ചുകൂടെ കിട്ടട്ടെ. 2 ഇഞ്ചിൻ്റെ ആണി ഉണ്ടാക്കാനുള്ള ഇരുമ്പ്, 1 കട്ട സോപ്പ് ഉണ്ടാക്കാനുള്ള കൊഴുപ്പ്, എല്ലാം കൂടെ എത്ര രൂപ? എന്തോ മറന്നാലും ഇത് മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് തലക്കനം വരുമ്പോൾ ഓർക്കണം. എത്ര രൂപ? ഉറക്കപ്പറ. 18 രൂപ. ഇത്രേ ഉള്ളൂ. ദൈവമേ, ഞാൻ അയോഗ്യനാ. കോൺഷ്യസ്നെസ് ഓഫ് അൺഎലിജിബിലിറ്റി. കർത്താവേ, നമ്മളിതിന് ഒരു വിലയും കൊടുത്തിട്ടില്ല. ഹോശേയ 8-ാം അധ്യായം പറയണത് പോലെ ലൈക്ക് എ ബ്രോക്കൺ വെസൽ, ഒരു ഉടഞ്ഞ പാത്രം പോലെ നാം. അത്രയേ ഉള്ളൂ. നമ്മളെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളല്ലോ. അണ്ണനില്ല. നമ്മൾ ഈ ലോകത്തിലേക്ക് പിറന്നു വീണത് അങ്ങനെയാ. തിയോളജി അല്ല, ഗൈനക്കോളജി ചിന്തിച്ചാൽ മതി. ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യൻ പിറന്നു വീണത് എങ്ങനെയാ? കർത്താവെ, ഫുള്ള് സിസേറിയൻ്റെ നാടാൻ തോന്നുന്നു. പറയൂ. ഞാൻ ആക്ഷനൊക്കെ കാണിച്ചു. തലയും കുത്തി. ആണോ? അതെ, എത്ര കേട്ടാ മതി. ഇനി ഇവിടുന്ന് പോകാൻ പോകുന്നത് എങ്ങനെയാ? തല ചായ്ച്ചാണ്. ഇപ്പം എങ്ങനെ ഇരിക്കണേ? തല പൊക്കിയ. തലകുത്തി വന്നിട്ട്
തലചായ്ച്ചു പോകുന്നതിന് മുമ്പ് കുറച്ചു കാലം തലപൊക്കി പിടിക്കുന്നു എന്നുള്ളതല്ലാതെ എന്നാ ഉണ്ട് വിശേഷം? ഒന്നുമില്ല. ഒത്തിരി പരാതിയും ഭാരമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഇത് പറഞ്ഞേച്ചാൽ മതി, കർത്താവേ ഇപ്പം നേരെ നിൽക്കണുണ്ടല്ലോ, തലയും കുത്തി വന്നവരാ ഇപ്പം നേരെ നിൽക്കുന്നുണ്ടല്ലോ, പോരെ. ഇവിടെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ ഇത്രയും പോരെ മച്ചാനെ പിടിച്ചു നിൽക്കാൻ. കുറെ ബാക്കി സങ്കടങ്ങളൊക്കെ വിട്ടുകളാ. ഐ ആം അൺഎലിജിബിൾ, ഞാൻ അയോഗ്യൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈ സുറിയാനിയിൽ റഹമേ എന്ന പദത്തിന് രണ്ടർത്ഥം. ഒന്ന് കരുണ, രണ്ട് ഗർഭപാത്രം. റഹമേ, ഞാൻ ആലോചിച്ചു എന്നാ ഈ രണ്ടു വാക്ക് ഇങ്ങനെ വരാൻ കാരണം. സത്യത്തിൽ പിടികിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഗർഭപാത്രമല്ലേ ഒരാളുടെ ഏറ്റവും വലിയ കരുണ. നമ്മുടെ ഏറ്റവും വലിയ കരുണ എന്താ? നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മളിങ്ങനെ പൊടിച്ചതാ ഒരു കോശമായിട്ട്. ഇപ്പോൾ വലിയ ആളാണെങ്കിലും ആ ഒരൊറ്റ കോശമായിരുന്നു നമ്മൾ, സിംഗിൾ സെൽ. അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? നമ്മുടെ ഉപ്പാപ്പൻ്റെ ചിരിയും വല്യമ്മയുടെ ദേഷ്യവും നമ്മുടെ ചുറ്റപ്പൻ്റെ നടത്തവും അല്ലേ, വഴിയിലെ മാവിയുടെ കരച്ചിലും ഒക്കെ വന്നു കയറിയില്ലേ. മൊത്തത്തിലൊരു സിംഗിൾ സെല്ല. ഓ എന്നാ കരുണയാ. ഇപ്പം അതെങ്ങനെ ഇരിക്കുക? റഹമേ, റഹമേ, ഇതാ കരുണ. ഇത് തീർന്നു പോകത്തില്ല. അതുകൊണ്ട് ഈ കരുണ എന്താന്ന് ചോദിച്ചാൽ, ദൈവം ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാരതം പറയണത് എന്താ? ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറഞ്ഞെന്താ? ബൃഹത്തായതെന്തോ അതാണ് ബ്രഹ്മം. എത്രയും വിശാലമാകുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ പേരാണ് കരുണ. ഞാൻ ചോദിക്കട്ടെ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ നിങ്ങളുടെ പക്കൽ എന്തോ ഉണ്ടാ? എത്ര അപ്പം ഉണ്ടായിരുന്നു? 5 അപ്പം. അത് കഴിഞ്ഞിട്ട് ശേഷിപ്പിച്ചപ്പോൾ എത്ര അപ്പം കിട്ടി? ശേഷിച്ച കഷണം എത്ര ഉണ്ടായിരുന്നു? പറയൂ. ശേഷിച്ച കഷണം എത്ര ഉണ്ടായിരുന്നു? പറയൂ. കൊട്ടയോടെ നിൽക്കട്ടെ. എണ്ണം പറയുകയാണെങ്കിൽ 1000 രൂപ സമ്മാനം ഡെൽമിൻ ഡേവിസ് അച്ഛൻ തരും. ശേഷിച്ച എണ്ണം പറയാം? ആർക്കെങ്കിലും പറയാം? ഇല്ല. എൻ്റെ അർത്ഥം എന്താ? എണ്ണം പറയാനൊക്കാത്തതിൻ്റെ പേരാണ് കൃപ എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ കൊടുക്കുന്നതിന് കണക്കുണ്ട്. 5 അപ്പം 7 തവണ എണ്ണിയാ കൊടുത്തേ. വാഴയില ഇളക്കി വാട്ടിയ വാഴയിൽ പൊതിഞ്ഞു വെച്ച 5 അപ്പം, അപ്പം തേഞ്ഞതല്ലാതെ എണ്ണം കൂടിയില്ല. പക്ഷെ വാഴ്ത്തിക്കഴിഞ്ഞപ്പോൾ ശേഷിപ്പിച്ച കഷണം എണ്ണാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ അർത്ഥം മനുഷ്യൻ കൊടുക്കുന്നതിന് കണക്കുണ്ട്, ദൈവം ശേഷിപ്പിക്കുന്നതിന് കണക്കില്ല. ഇന്ന് രാത്രി കേൾക്കൂ എൻ്റെ സുഹൃത്തെ, താങ്കൾ ഈ തൃശ്ശൂരിൽ ജീവിക്കുമ്പോൾ നമ്മുടെ യോഗ്യത കണ്ടല്ല നമ്മുടെ മക്കൾക്കും കുഞ്ഞുമക്കൾക്കും ഉള്ളത് തമ്പുരാൻ ശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നോട്ട് ഓൺ അവർ മെറിറ്റ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. കർത്താവേ, ഐ ആം അൺഎലിജിബിൾ, ഐ ആം അൺഎലിജിബിൾ, ഐ ആം അൺഎലിജിബിൾ. തമ്പുരാൻ എന്ന് പറയുന്നത് ഈ ജോമെട്രിക്ക് പുറത്താ, നമ്മുടെ കണക്കിന് അപ്പുറത്താ. അതുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നേ, മനുഷ്യൻ കൊടുക്കുന്നതിന് കണക്കുണ്ട്, ദൈവം ശേഷിപ്പിക്കുന്നതിന് കണക്കില്ല. ഞാൻ അവസാന ചിന്തയിലേക്ക്, അവസാന നിമിഷങ്ങളിലേക്ക് 1-2 മിനിറ്റ് കൊണ്ട് നിർത്തുകയാണ്. നമ്മൾ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കാനുള്ള കാരണം ഫിലിപ്പ്യർ 4:19. ഞാനിവിടെ നിൽക്കാനുള്ള കാരണം ഫിലിപ്പി ലേഖനം 4:19 വചനമാണ്. ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കൂ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എല്ലാവരും കേട്ടോ? പുറകിലിരിക്കുന്നവരോടോ ചോദിക്കണേ, വചനം കേട്ടോ? ഇല്ല, അനങ്ങില്ല, ഇങ്ങോട്ടല്ല. ഞാൻ ഒന്നുകൂടെ വചനം പറയാം. അതിനിടയ്ക്ക് ഞാൻ ഒരു വാക്ക് പോസ് ചെയ്യും. ആ വാക്ക് ഏതാണെന്ന് പറയണം. ആ വാക്കാണ് കൃപയുടെ കാരണം. ശ്രദ്ധിച്ചേ, എന്നെ കേൾക്കൂ, എന്നെ കാണൂ. ഒരു വാക്ക് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയും. ഇങ്ങനെയാണ്: എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ വാക്ക് ഏതാ? ദയവായി പറയൂ. അയ്യോ,
ആരെങ്കിലും പറ, ഒന്നുകൂടെ പറയാം. അതും എനിക്ക് തോന്നി അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ വാക്കേതാ? അത്രേ ഉള്ളൂ. എന്താ? അക്കോർഡിംഗ് ടു ഹിസ് വെൽത്ത്, ധനത്തിനൊത്തവണ്ണം. അതിൻ്റെ അർത്ഥം എന്നാ? ഈ നിപ്പിൻ്റെ കാരണം ആ വാക്കാ, ധനത്തിനൊത്തവണ്ണം. അതിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ ഞാനൊരു ചെറിയ ഒരു വരി കഥ പറയാം. പണ്ട് മാസിഡോണിയയിൽ ഏതൻസിൽ അലക്സാണ്ടർ ചക്രവർത്തി ഒരിക്കൽ നാട് കാണാൻ ഇറങ്ങി. കഥ കേൾക്കണേ. നാട് കാണാൻ ഇറങ്ങിയപ്പോൾ സ്ഫടിക സമാനമായ തെരുവിൽ കൂടെ അലക്സാണ്ടർ ചക്രവർത്തിയെ വഹിച്ചുകൊണ്ടുള്ള രാജകീയ രഥം മുന്നോട്ട് പോകുന്നു. പരിചാരകർ കൂടെയുണ്ട്. വഴിയിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ കരഞ്ഞ് നിലവിളിച്ചു, ഭിക്ഷക്കാരൻ. ചക്രവർത്തിക്ക് മനസ്സിളകി. അവിടെ നിന്നു, രഥം നിന്നു. ചക്രവർത്തി കീശയിൽ നിന്ന് 2-3 സ്വർണ്ണനാണയങ്ങളെടുത്ത് അയാൾ കൊടുത്തു. അടിച്ചു മോനെ എന്ന് പറഞ്ഞ് അയാൾ അവിടെ ഇരുന്നു. അയാൾക്ക് വലിയ സന്തോഷമായിപ്പോയി. 3-4 പവനാ കിട്ടിയേക്കണേ. രഥം മുന്നോട്ട് പോയി. അടുത്തൊരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോൾ അനുചരന്മാർ ചക്രവർത്തിയോട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ആ പാവപ്പെട്ട ഭിക്ഷക്കാരന് ഈ 3-4 പവനൊക്കെ എടുത്ത് കൊടുത്തിട്ട് ശരിയായില്ല. അല്പം ആലോചിക്കാമായിരുന്നു. അപ്പോൾ ഈ ചക്രവർത്തി പറഞ്ഞൊരു മറുപടിയുണ്ട്. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അയാൾക്ക് അത്രയും ആവശ്യമില്ലായിരിക്കാം, പക്ഷേ അത് കൊടുത്തത് ഗ്രീസിൻ്റെ, ഏതൻസിൻ്റെ അനിഷേധ്യനായ മഹാനായ അലക്സാണ്ടറാണ്. കൊടുത്ത അലക്സാണ്ടർക്ക് ഒരു അന്തസ്സുണ്ട്. ഞാൻ ആ വചനം വീണ്ടും പറയും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി. എത്ര പേർക്ക് മനസ്സിലായി? അർത്ഥം ഇത്രയേ ഉള്ളൂ. വാങ്ങിച്ച ഭിക്ഷക്കാരൻ്റെ യോഗ്യതയായിരുന്നില്ല, കൊടുത്ത ചക്രവർത്തിയുടെ അന്തസ്സിനനുസരിച്ച് കൊടുത്തു. ഇന്ന് രാത്രി ഏറ്റു പറയണം, ദൈവമേ, എൻ്റെ യോഗ്യതയല്ല, നിൻ്റെ ഔദാര്യത്തിലാണ് ഈ രാത്രിയുടെ കൃപ. വാങ്ങിച്ചവൻ്റെ യോഗ്യതയല്ല, തന്നവൻ്റെ ഔദാര്യമാ ജീവിതം. ധനത്തിനൊത്തവണ്ണം. ബൈബിളിലെ ഈ പദമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ സമയത്ത് നിലനിൽപ്പിൻ്റെ ആധാരമെന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നേ. ധനത്തിനൊത്തവണ്ണം, നോട്ട് ഓൺ അവർ മെറിറ്റ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. ബൃഹത്തായത്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി വിചാരങ്ങൾ ഞാൻ അവസാനിപ്പിച്ചോട്ടെ. മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകട്ട നമ്മളായിരിക്കെ കൃപയാൽ ലഭിച്ചതാണ്. വലിപ്പവും മഹത്വവും കണ്ടുകൊണ്ടല്ല, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ആരും പറയരുത് ഞാൻ യോഗ്യനാണെന്ന്. I have no good apart from thee. നീ ഒഴികെ എനിക്കൊരു നന്മയില്ല. I have plenty of nothing. ഒത്തിരി ഇല്ലായ്മകളുണ്ട് തമ്പുരാനെ, പക്ഷേ എനിക്ക് എൻ്റെ കർത്താവുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ 2 പദങ്ങളാണ് ധ്യാനിച്ചത്. ഒന്ന്, ഐ ആം യൂണീക്ക്, ഞാൻ അനന്യനാ. ഇനി കരയരുത് കുഞ്ഞേ, ഞാൻ പാഴാണ്, ഞാൻ വേസ്റ്റാണ്. കരയരുത് കുഞ്ഞേ, ഞാൻ എലക്റ്റഡാണ്, സെലക്റ്റഡാണ്, അപ്പോയിൻറ്റഡാണ്, അനോയിൻറ്റഡാണ്, ഞാൻ അനന്യനാണ്. എന്നെപ്പോലെ ലോകത്ത് വേറെ ആരുമില്ല. എനിക്ക് ജീവിക്കണം, അല്ല എനിക്ക് അതിജീവിക്കണം. ഈ സങ്കടക്കടലിനെ നീന്തി കയറണം. 2, പരാതി പറയുമ്പോൾ കർത്താവ് ഇതായിരുന്നില്ലല്ലോ വേണ്ടത്, മറ്റേതായിരുന്നു ഞാൻ മോഹിച്ചത്, ആ കോഴ്സായിരുന്നു, ആ കല്യാണമായിരുന്നു, ആ ബന്ധമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ കൂടെ ഫില്ല് ചെയ്യണം, കർത്താവേ ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല, ഐ ആം അൺഎലിജിബിൾ. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ സിംപ്ലി 2 പദങ്ങൾ, യുണീക്ക് കോൺഷ്യസ്നെസ് ആൻഡ് അൺഎലിജിബിലിറ്റി കോൺഷ്യസ്നെസ്. അനന്യതാബോധം, അയോഗ്യതാബോധം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ കൃപയുടെ രാത്രിയിൽ എന്നെ കേട്ടതിന്, വചനം ശ്രവിച്ചതിന്, ധ്യാനിച്ചതിന്, ദൈവകൃപയിൽ ഉറ്റിരുന്നതിന്, തമ്പുരാൻ്റെ കൃപയെ വിശ്വസിച്ചതിന്, ആ കരുണയ്ക്ക് മുമ്പിൽ തലകുനിച്ചതിന് നന്ദി പറയുക. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. മറക്കല്ലേ, നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇടത്തും വലത്തും ഉള്ളവർ നമ്മളെക്കാൾ മിടുക്കരും യോഗ്യരുമാണെന്ന് തോന്നിയേക്കാം. പക്ഷേ നിനക്ക് ചില ബലഹീനത കാണാം, നിനക്ക് ചില സൗന്ദര്യം കുറവായിരിക്കാം, നിനക്ക് ചിലപ്പോൾ ആരോഗ്യം കുറവായിരിക്കാം, ചില കാര്യങ്ങളിൽ കുറച്ച് വീക്കെന്ന് തോന്നിയേക്കാം. പക്ഷേ
തമ്പുരാൻ്റെ വചനം പറയുന്നത്, കുഞ്ഞ് നീ വീക്കല്ല, നിൻ്റെ കൂട്ടുകാരിൽ പരമായി. റാദർ ദാൻ യുവർ ഫ്രണ്ട്സ് യു ആർ അനോയിൻറ്റഡ്. കൂട്ടുകാരിൽ പരമായി ആനന്ദതയിലും കൊണ്ട് ആ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ അഭിഷേകത്തിൻ്റെ കൃപയിൽ ഈ രാത്രി പൂർത്തീകരിച്ച് മടങ്ങാൻ ദൈവയുടെയാകട്ടെ. ഈ പ്രൗഢമായ വേദി, അനുഗ്രഹീതമായ സദസ്സ്, ദൈവത്തിന് നന്ദി പറയുന്നു. ക്ഷണത്തിന് ഈ സഭയോട്, അഭിമന്യ പിതാവിനോട് എന്നെ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ച് ഈ യാത്ര ക്രമീകരിച്ചതിന് പ്രിയപ്പെട്ട സിജോച്ചനോട് എല്ലാവരോടും നന്ദി. ദൈവസ്നേഹം നമ്മിൽ നിറയട്ടെ.